മലയാളത്തിന്റെ ഈ മണിക്കൂർ പോലീസിനെതിരെ വെല്ലുവിളിയുമായി അർജുൻ ആയങ്കി. പോലീസിന് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂ, ഇനി ജാമ്യം എടുത്തിട്ടേ വരൂ എന്നും പറ്റുമെങ്കിൽ പിടിക്കാനും വെല്ലുവിളി. ഊന്നുകൽ CIയോടാണ് ഇൻസ്റ്റഗ്രാമിലൂടെ അർജുൻ ആയങ്കി വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അപ്പോൾ കീഴടങ്ങാൻ ഉദ്ദേശമുള്ള ഒരുത്തനാ നിങ്ങൾ അവൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷൻ നോക്കിയിട്ട് പോയിട്ട് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ നിന്റെ പേര് പറഞ്ഞപ്പോൾ നീ അടുത്ത CI ആണെന്നാണ്, ഊന്നുകൽ സ്റ്റേഷനിലെ CI ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ഇനി അതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിന് മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പോലീസിനോടാണ് വെല്ലുവിളി, ഞാനൊന്ന് കീഴടങ്ങി തരാം, സഹായിക്കാം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇല്ല, പറ്റുമെങ്കിൽ പിടിച്ചോ എന്നൊരു വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ്. കാരണം കോതമംഗലത്ത് ചില കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുൻ ആയങ്കിക്കെതിരെ നേരത്തെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു. അയാൾ അവിടെ ഒരു കല്യാണത്തിന് വന്നതെന്ന് അയാൾ അവകാശപ്പെടുന്നു. പക്ഷേ പോലീസ് പറയുന്നത് ചില കുറ്റകൃത്യങ്ങൾക്ക് അയാൾ എത്തി എന്നുള്ളതായിരുന്നു. അതിൻ്റെ പേരിലാണ് പോലീസ് കേസെടുത്തിരുന്നത്. പിന്നീട് പോലീസിനെ വെല്ലുവിളിച്ച് ഇയാൾ രംഗത്ത് വരികയും ചെയ്തു. ഇതോടുകൂടി ഇയാളുടെ ജാമ്യം റദ്ദായി. പിന്നീടാണ് ഇയാൾ ഒളിവിൽ പോയത്. ഇപ്പോൾ ഊന്നുകൽ CIക്കെതിരെ ഇയാൾ ആക്ഷേപവുമായി വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ വെല്ലുവിളിയുമായി വന്നിരിക്കുകയാണ്. താൻ കീഴടങ്ങാൻ തീരുമാനിച്ചിരുന്നതാണ്, പക്ഷേ പോലീസ് തന്നെ പിടികൂടാൻ ശ്രമിക്കുന്നു. തൻ്റെ പല ആളുകളെയും, അടുപ്പക്കാരെ പല ആളുകളെയും വിളിച്ച് പോലീസ് ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇനി കീഴടങ്ങാൻ തനിക്ക് മനസ്സില്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അങ്ങനെ താൻ കീഴടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. വേണമെങ്കിൽ ഇനി പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിക്കൂ, ഇനി കീഴടങ്ങാൻ താൻ തയ്യാറല്ല എന്നുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. അതായത് ഒരു CIയോട് ഏതെല്ലാം ഭാഷയിൽ എത്ര കഠിനമായി സംസാരിക്കാൻ കഴിയുമോ ആ രീതിയിലാണ് ഇയാൾ സംസാരിച്ചിരിക്കുന്നത്. മാത്രമല്ല കേരളത്തിലെ പോലീസ് സേനയെയും ഒപ്പം തന്നെ ഊന്നുകൽ CIയെയും മൊത്തമായി ആക്ഷേപിക്കുന്ന തരത്തിലാണ് ഇയാൾ സംസാരിച്ചിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് അർജുൻ ആയങ്കി ഇത്തരത്തിലുള്ള വെല്ലുവിളിയുമായി വരുന്നത്. മുൻപ് ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്ന സമയത്ത് ഇയാൾ കോതമംഗലം CIക്കെതിരെ വെല്ലുവിളിയുമായി വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഊന്നുകൽ CIക്കെതിരെ ഇയാൾ വെല്ലുവിളിയുമായി വന്നിരിക്കുന്നത്. ഒളിവിലാണ് നിലവിൽ അർജുൻ ആയങ്കി. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് താൻ ജാമ്യം നേടിയ ശേഷം മാത്രമേ ഇനി വരുന്നുള്ളൂ. തന്നെ പിടിക്കാൻ കഴിയുമെങ്കിൽ പോലീസ് പിടിച്ചോളൂ എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞു വയ്ക്കുന്നത്. സേതു. ഓക്കെ സഹിൻ, ശരി. അങ്ങനെ പോലീസിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അർജുൻ ആയങ്കി. ഇനിയിപ്പോൾ പോലീസിന്റെ അടുത്ത നീക്കം എന്താണെന്ന് കാത്തിരുന്നറിയാം. പോലീസ് തൂക്കുമോ അതോ അർജുൻ ആയങ്കി പറയുന്ന പോലെ ജാമ്യം എടുത്ത് ആയങ്കി വരുമോ എന്നുള്ളത് കാത്തിരുന്നറിയേണ്ട കാര്യമാണ്.